ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമ്മൾ നോക്കിയിരുന്നു. ഈ ക്ലാസ്സിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കോളം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, സെക്കൻഡ് കോളം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കറിയാം, അത് സ്ഥിരമായിരിക്കും. ദെൻ അതേസമയം നോമിനൽ അക്കൗണ്ടാണ് ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇസ് എ നോമിനൽ അക്കൗണ്ട്. ഇത് കുറച്ച് കാലം മാത്രമേ ഉണ്ടാവുള്ളൂ, അതിനുശേഷം അത് എന്ത് ചെയ്യും, കട്ട് ചെയ്ത് പോകും, ക്ലോസ് ചെയ്ത് പോകുന്നതാണെന്ന് അർത്ഥം. ഇനി രണ്ടാമത്തത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിന് ശേഷം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാറില്ല. ഇറ്റ് ഈസ് നോട്ട് അക്കമ്പനിഡ് ബൈ എ ബാലൻസ് ഷീറ്റ്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഇറ്റ് മസ്റ്റ് ബി അക്കമ്പനീഡ് ബൈ എ ബാലൻസ് ഷീറ്റ്. ദെൻ ഇറ്റ് ഈസ് ലൈക്ക് എ ക്യാഷ് ബുക്ക്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണ്, ഒരു ക്യാഷ് ബുക്ക് പോലെയാണ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒരു ക്യാഷ് ബുക്ക് പോലെയാണ്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഏതിന് തുല്യമാണ്, ഇറ്റ്സ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി അടുത്ത് നോക്കൂ, ക്ലോസിംഗ് ബാലൻസ് ഈസ് ക്യാരിഡ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ. അതായത് ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ബാലൻസ് തൊട്ടടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യും, ക്യാരീഡ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്താ ചെയ്യുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് എന്ത് ചെയ്യുന്നു, ക്ലോസിംഗ് ബാലൻസ് ക്യാപിറ്റൽ ഫണ്ടിനോട് ആഡ് ചെയ്യുക ചെയ്യുന്നത്. മെർജ് ഇൻ ടു ദ ക്യാപിറ്റൽ ഫണ്ട്. അഞ്ചാമത്തത് ഡെബിറ്റ് സൈഡ് ഫോർ റെസീപ്റ്റ്സ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഫോർ പേയ്മെൻറ്റ്സ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് റെസീപ്റ്റിനും ക്യാഷിൻ്റെ റെസീപ്റ്റ്സിനും, ക്രെഡിറ്റ് സൈഡ് പേയ്മെൻറ്റിനും ഉള്ളതാണ്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ്പെൻസുകളും ക്രെഡിറ്റ് സൈഡിൽ ഇൻകവുമാണ്. നെക്സ്റ്റ് ക്ലോസിംഗ് ബാലൻസ് റെപ്രസെൻറ്റ്സ് ക്യാഷ് ഇൻ ഹാൻഡ് അറ്റ് ദ ബാങ്ക്. അപ്പോൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഒന്നെങ്കിൽ അത് ക്യാഷിൻ്റെ ബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാഷും ബാങ്കുമായിരിക്കാം. എന്നാൽ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഡെഫിസിറ്റോ അല്ലെങ്കിൽ സർപ്ലസോ ആയിരിക്കും, മിച്ചമോ അല്ലെങ്കിൽ കമ്മിയോ ആയിരിക്കും. ഇറ്റ് ഇൻക്ലൂഡ്സ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റം. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ക്യാഷ് കിട്ടിയാൽ നമ്മളങ്ങ് റെക്കോർഡ് ചെയ്യും, ക്യാഷ് പോയാലും റെക്കോർഡ് ചെയ്യും. അത് ഏത് രൂപത്തിലുള്ളതാണ് നമ്മൾ നോക്കാറില്ല, റവന്യൂ ഐറ്റം ആണോ ക്യാപിറ്റൽ ആണോ എന്നൊന്നും നോക്കാറില്ല. ഏതാണെങ്കിലും ക്യാഷ് കിട്ടിയാൽ നമ്മളങ്ങ് റെക്കോർഡ് ചെയ്യും. അതായത് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ, ക്യാഷ് കിട്ടിയാൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോ നമ്മൾ എന്ത് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ, ഇറ്റ് ഷോസ് ഓൺലി റവന്യൂ ഐറ്റം. റവന്യൂ ഇൻകവും റവന്യൂ എക്സ്പെൻഡിച്ചറും മാത്രമേ ഇതിൽ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. ഇനി അടുത്ത് നോക്കൂ, ഇറ്റ് ഷോസ് എ ഡെബിറ്റ് ബാലൻസ്, യൂഷ്വലി ഷോസ് എ ഡെബിറ്റ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എപ്പോഴും എന്തായിരിക്കും, സാധാരണഗതിയിൽ ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. കാരണം നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ ബാലൻസ് ഉണ്ട് എന്നാണ് കാണിക്കുക. ഓവർ ഡ്രാഫ്റ്റ് വരുമ്പോൾ മാത്രമേ നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുള്ളൂ. എന്നാൽ ഇറ്റ് ഷോസ് എ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ്. ഇത് സാധാരണഗതിയിൽ ഡെബിറ്റും ക്രെഡിറ്റും കാണിക്കാം. ചിലപ്പോൾ നമുക്ക് കമ്മി ഉണ്ടായിരിക്കാം, ചിലപ്പോൾ സർപ്ലസ് ഉണ്ടായിരിക്കാം, രണ്ടും കാണിക്കാം. ഇനി അടുത്ത് നോക്കൂ, ഇറ്റ് ഇഗ്നോർസ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇഗ്നോർ ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റം. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അക്രൂവൽ ബേസിസിലല്ല ചെയ്യുന്നത്. ക്യാഷ് കിട്ടിയാൽ ഇതിലങ്ങ് റെക്കോർഡ് ചെയ്യും, ക്യാഷ് കൊടുത്താലും റെക്കോർഡ് ചെയ്യും. അതുകൊണ്ട് അക്രൂവൽ ബേസിസിലല്ല. എന്നാലോ ഇറ്റ് റെക്കോർഡ്സ് ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റം എന്ന് പറഞ്ഞാൽ സാലറി കൊടുക്കാനുണ്ട്, കിട്ടാനുണ്ട്, ക്യാഷ് പിന്നെ എന്തെങ്കിലും റവന്യൂ കിട്ടാനുണ്ട്, ഇതൊക്കെ നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്യും. ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റത്തിന് ഇതിന് പരിഗണിക്കും. ദെൻ ഇറ്റ് എക്സ്ക്ലൂഡ്സ് ക്രെഡിറ്റ് സെയിൽസ് ആൻഡ് പർച്ചേസസ്. ഇതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് തന്നെയാണത്. ക്രെഡിറ്റ് സെയിലും ക്രെഡിറ്റ് പർച്ചേസും നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്യാറില്ല. ക്യാഷ് കിട്ടിയാൽ മാത്രമേ റെസീപ്റ്റ്സിൽ എഴുതുള്ളൂ. എന്നാൽ ഇറ്റ് റെക്കോർഡ്സ് ക്രെഡിറ്റ് സെയിൽസ് ആൻഡ് പർച്ചേസസ്. സാധാരണഗതിയിൽ ഇവർ സെയിൽസും പർച്ചേസും നടത്താറില്ല. എന്നാലും ചില സ്ഥാപനങ്ങൾ ഇതിൻ്റെ ഒരു സൈഡ് എന്ന നിലക്ക്, ഒരു ചെറിയൊരു ഭാഗം എന്ന നിലയ്ക്ക് സെയിൽസും പർച്ചേസും നടത്താറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രീപെയ്ഡ് ഐറ്റംസ്.
പ്രീപെയ്ഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ നേരത്തെ, അതായത് അടുത്ത വർഷത്തെ ചിലവുകൾ നമ്മൾ ഈ വർഷം കൊടുത്തു. അടുത്ത വർഷം കറണ്ട് ബില്ല്, അടുത്ത മാസത്തെ കറണ്ട് ബില്ല് നമ്മൾ ഈ മാസം കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രീപെയ്ഡ് ഐറ്റമാണ്. ഈ മാസത്തെ കണക്കിൽ അത് വരാൻ പാടില്ല. അപ്പോൾ പ്രീപെയ്ഡ് ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷിൻ്റെ ഇതായതുകൊണ്ട്, ക്യാഷിൻ്റെ ഇടപാടായതുകൊണ്ട് നമ്മൾ റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അതെന്ത് ചെയ്യും, കാണിക്കും. റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ പ്രീപെയ്ഡ് ഐറ്റം പരിഗണിക്കും. എന്നാൽ ഇറ്റ് എക്സ്ക്ലൂഡ് പ്രീപെയ്ഡ് ഐറ്റം ഇതിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പ്രീപെയ്ഡ് ഐറ്റത്തെ നമ്മൾ ഒഴിവാക്കും. മനസ്സിലായി? അത് അടുത്ത വർഷത്തെ കണക്കിലേ ഉൾപ്പെടുത്തുള്ളൂ എന്നർത്ഥം, അല്ലെങ്കിൽ അടുത്ത മാസത്തെ കണക്കിലേ ഉൾപ്പെടുത്തുള്ളൂ. ഇറ്റ് ബിഗിൻസ് വിത്ത് ബാലൻസസ്. ഏത് റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എപ്പോഴും ഓപ്പണിംഗ് ബാലൻസ് വെച്ചായിരിക്കും തുടങ്ങുന്നത്. ക്യാഷ് ബാലൻസ് ബ്രോ ഡൗൺ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് എന്തുണ്ടാവില്ല, ബാലൻസുകൾ ഉണ്ടാവില്ല. അതുകൊണ്ടത് ബാലൻസിൽ തുടങ്ങില്ല. പിന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് ടേംസ് റിലേറ്റിംഗ് ടു പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ പീരീഡ്സ്. ഏത് വർഷത്തേതാണെങ്കിലും നമുക്ക് ക്യാഷ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. അത് ഏത് വർഷം നമ്മൾ നോക്കാറില്ല. ക്യാഷ് കിട്ടിയാൽ നമ്മൾ പാസ്റ്റ് ആയാലും പ്രസൻ്റ് ആയാലും ഫ്യൂച്ചറിലായാലും നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് കിട്ടിയാൽ നമ്മളങ്ങ് റെക്കോർഡ് ചെയ്യും. റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് റിലേറ്റിംഗ് ടു കറണ്ട് ഇയർ ഓൺലി. ഇറ്റ് ഇൻക്ലൂഡ്സ് ഐറ്റംസ് റിലേറ്റിംഗ് ടു കറണ്ട് പീരീഡ് ഓൺലി, അല്ലെങ്കിൽ കറണ്ട് ഇയർ ഓൺലി. ഒരു വർഷത്തെ കണക്ക് മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്ത് ചെയ്യുള്ളൂ, കാണിക്കുള്ളൂ. ഒരു വർഷത്തെ, പ്രത്യേകമായ ഒരു വർഷത്തെ കണക്ക് മാത്രം. മുന്നുള്ളതും തൊട്ടടുത്ത വർഷമുള്ളതും നമ്മൾ ഒഴിവാക്കുന്നതാണ്. ദെൻ ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. ഇത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഭാഗമല്ല. കാരണം ഏത് വർഷത്തെ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിലങ്ങോട്ട് റെക്കോർഡ് ചെയ്യും എന്നർത്ഥം. ദെൻ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. ഇത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, സാധാരണ അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ തന്നെ. പിന്നെ ഇറ്റ് ഇഗ്നോസ് നോൺ ക്യാഷ് ഐറ്റംസ് ലൈക്ക് ഡിപ്രീസിയേഷൻ, ബാഡ് ഡെബ്റ്റ്സ്, ഇതുപോലെയുള്ള നോൺ ക്യാഷ് ഐറ്റത്തെ ഇത് എന്ത് ചെയ്യുന്നില്ല, ഇത് പരിഗണിക്കുന്നില്ല. കാരണം ക്യാഷിൻ്റെ ഐറ്റം മാത്രമേ ഇതിന് പരിഗണിക്കുന്നുള്ളൂ. യെസ്, ലാസ്റ്റ് ഇറ്റ് റെക്കോർഡ്സ് നോൺ ക്യാഷ് ഐറ്റംസ് ലൈക്ക് ഡിപ്രീസിയേഷൻ, ബാഡ് ഡെബ്റ്റ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയാണ്. അതിൽ എന്തൊക്കെ നമ്മൾ കാണിക്കുന്നു, എല്ലാ വരവുകളും ചിലവുകളും കാണിക്കുന്നു എന്നർത്ഥം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, നിങ്ങൾക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി.